ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ 2024 ഇൻ്റർനാഷണൽ ഡ്രഗ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ ചെയ്യാം എളുപ്പമായിട്ട് എന്നുള്ളൊരു ഹോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൺവേ ചെയ്യണം. വളരെ വിഷമമുണ്ട് ഇങ്ങനൊരു സാഹചര്യം, അല്ലെങ്കിൽ എനിക്ക് നേർസാക്ഷ്യമായി അനുഭവപ്പെട്ടാൻ പറ്റിയ ഈ ഒരു അവസ്ഥയുണ്ടായാൽ. ഇതിപ്പോൾ സീസണായിരിക്കുകയാണ്, ന്യൂ ഇയർ ക്രിസ്മസ്. ഞാനത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതിനു മുമ്പ് നമ്മൾ അറിയേണ്ടത്, ഈ കഴിഞ്ഞ ആഴ്ച ആലുവയിലുള്ള നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് സിയാറിൽ 15 kg ഹൈബ്രിഡ് കാനബീസ് സൈസ് ചെയ്തതിനെ കുറിച്ചാണ്. തായ്ലാൻഡിൽ നിന്നാണ് വന്നത്. 3 മലയാളീസാണ്. ഒരാൾ എറണാകുളം സ്വദേശി നിസാമുദ്ദീൻ സംതിങ് പേരാണ്. ഇത് റിക്കവർ ചെയ്തത് 2-3 മാർഗത്തിൽ കൂടിയാകാം. ഒന്നാമത്തെ മാർഗം സ്പെസിഫിക് ഇൻഫർമേഷൻ വഴി. രണ്ടാമത്തെ മാർഗം അറൈവൽ ടൈമിലെ ബാഗേജ് സ്കാനിങ് വല്ലതും ഉണ്ടെങ്കിൽ അതുവഴി. അതിൻ്റെ ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡ്. നാലാമത്തെ മാർഗം പാസഞ്ചറിൻ്റെ പാനിക് സ്റ്റേജോ അല്ലെങ്കിൽ അബ്നോർമാലിറ്റിയോ ആകാം. ഞാനീ പറയാൻ പോകുന്ന കഥ ഞാൻ അനുഭവപ്പെട്ടതാണ്. This is just you and this is Bill. ഓക്കെ, അപ്പോൾ ഞാൻ കമ്പയർ ചെയ്ത് പറയാം. ആലുവയിൽ അവർ ട്രാൻസ്പോർട്ട് ചെയ്തത് തെറ്റിപ്പോയി. സിയാനിലോട്ട് ഈ പെഡ്ലേഴ്സ്, ഈ സപ്ലയേഴ്സ് 15 kg ഹൈബ്രിഡ് കനബീസ് ട്രാൻസ്പോർട്ട് ചെയ്തത് ചെക്ക് ഇൻ ബാഗേജിലായിരുന്നു. ചെക്ക് ഇൻ ബാഗേജല്ല ക്യാരി ചെയ്തത്. ഓക്കെ, കാരണം ചെക്ക് ഇൻ ബാഗേജ് 15 kg കയറ്റാൻ പറ്റില്ല. മാക്സിമം 7 kg ആണ് ഒരാൾക്ക് അലൗഡ്. ഈ വരുന്ന ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ഇതിൻ്റെ ബില്ല്, ഞാൻ യൂസ്ഡ് ഡ്രസ്സ് അതിൻ്റെ ആ ബാഗിൽ പുറത്തുള്ള സിബിൽ ഓപ്പൺ ആയിട്ടാണ് ടെസ്റ്റ് ട്യൂബ് ഇട്ടത്. ഞാനത് എൻക്വയറി വരാൻ വേണ്ടി തന്നെയാണ്, അങ്ങനെ വരുമല്ലോ എന്നറിയാൻ വേണ്ടി കൂടി തന്നെയാണ് അത് ചെയ്തത്. അവിടെ നിന്ന് പാസ് ഔട്ടായി. ഫുൾ ബോഡി സ്കാൻ കഴിഞ്ഞു. ഡോങ്മിയോങ് എയർപോർട്ടിൽ നിന്ന് പാസ് ഔട്ടായി. കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തിയപ്പോഴേക്കും അവിടെയും ചെക്കിങ്, ഇമിഗ്രേഷൻ കണ്ടു ഒന്നും ഇല്ല. കാരണം നമ്മുടെ കയ്യിൽ വേറെ ബാഗ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബാഗിൽ ഇതുണ്ട്. നമ്മൾ സുഖമായിട്ട് കസ്റ്റംസോ അതോ സെക്യൂരിറ്റി വിങ്ങോ ഒന്നും ഇത് സ്കാൻ ചെയ്യാണ്ട് വിട്ടു. നമ്മൾ പറയുന്നത് തായ്ലാൻഡിൽ നിന്നാണ്. അവിടെ ഡ്രഗ് ലീഗലാണ്. മരിജാന അല്ലെങ്കിൽ കനബിസ് ആയിക്കോട്ടെ, അത് ലീഗലാണ്. ഒരു വ്യക്തി തായ്ലാൻഡിൽ നിന്നോ എനി അതർ കൺട്രി, നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ എനിക്ക് അനുഭവപ്പെട്ട് തായ്ലാൻഡിൽ നിന്നായതുകൊണ്ട് നമുക്ക് അവിടുത്തെ ഒരു എക്സാമ്പിൾ ചെയ്യാൻ പറയാം. അവിടുത്തെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീറ്റെയിൽ പ്രൈസ് നല്ല ഒരു എക്സാമ്പിൾ ഒരു ഹൈബ്രിഡ് ട്രോപ്പിക്കാനോ ചെറി എന്നുള്ള ഹൈബ്രിഡ് വിത്ത് HC 33-35% നമുക്കൊരു 300 റുപ്പീസിന് റീറ്റെയിലായിട്ട് കിട്ടും. ഓക്കെ, ബഡ്ജറ്റ് ടൈപ്പ്. നമ്മൾ ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ 25 grams എടുത്താൽ മതി. 25 grams നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ 50 grams വേണ്ട വില വെറും 7,500 ബാത്തേ ഉള്ളൂ. അത് ഇന്ത്യൻ മണി ആകുമ്പോൾ 18,300 സംതിങ് എന്തോ വരും. ഈ 50 grams 18,000 ഇന്ത്യൻ മണി എടുത്ത ഈ പ്രൊഡക്റ്റ് ഒരു ഗ്രാമിന് മിനിമം 3,000 വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഈ പെഡ്ലർ പാസഞ്ചറിന് കിട്ടുന്ന പ്രോഫിറ്റ് ഇൻക്ലൂഡായി അയാൾക്ക് ഒരു 1.5 lakh സുഖമായി ഉണ്ടാക്കാം. ഓക്കെ, എന്തുകൊണ്ട് നമ്മുടെ സിസ്റ്റം ഇങ്ങനെ ആവുന്നു? ഇപ്പോൾ സീസണാണ്. ഡ്രഗ്സ് ലീഗലൈസ്ഡ് ആയ കൺട്രിയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യേണ്ടതല്ലേ? അവിടെ ചെയ്തിരിക്കും നമ്മുടെ അറൈവൽ സ്റ്റേഷനിൽ ചെക്ക് ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ട് ചെക്ക് ചെയ്യാണ്ട് വിടുന്നു? ഡോഗ് സ്ക്വാഡില്ലേ, എന്തുകൊണ്ട് ചെക്ക് ചെയ്യാതെ വിടുന്നു? ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പം നമ്മൾ വന്ന
ലയൺ എയർ ഐ തിങ്ക്. ഈ ഫ്ലൈറ്റിൽ മിക്ക ആൾക്കാരുടെ കയ്യിലും ഒരു ഷോക്ക് പീസായിട്ട് വെക്കാൻ വേണ്ടി തന്നെ ഒരു മിനിമം ഒരാളുടെ കയ്യിൽ 1 ഗ്രാം വെച്ച് കൂട്ടിയാൽ തന്നെ ഒരു 5 പേരിലുണ്ടെങ്കിൽ 5 ഗ്രാം സൈസ് സുഖമായി കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഗുജറാത്തിൽ, അഹമ്മദാബാദ്, പഞ്ചാബ്, ഇപ്പോൾ കൊച്ചിനിലാണ് എത്ര ഇപ്പോൾ പിടിച്ചു, ഇപ്പോൾ 15 kg ആണ് പിടിച്ചേക്കുന്നത് ഫ്ലൈറ്റിൽ. പിന്നെ ധൈര്യം വന്നു. അപ്പോൾ ഇതിനു മുമ്പും ഒരു 10 kg ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ടല്ലേ ഇവൻ 50 kg കൊണ്ടുവന്നപ്പോൾ അതൊരു ഇഷ്യൂ ആയ. എനിവേ, കൺഗ്രാറ്റ്സ് ടു NCB ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ. പക്ഷേ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ 4 മാനദണ്ഡമല്ലാതെ എല്ലാം പാക്കേജും ചെക്ക് ചെയ്താണ് വിടേണ്ടത്. ഓക്കെ, ഇത് വലിയ ഗുരുതരമായ ഒരു പ്രശ്നമാണ് നമ്മുടെ ഇപ്പോൾ ആസ് ഓഫ് നൗ. ഇപ്പോൾ ഛത്തീസ്ഗഡിലും പഞ്ചാബിലൊക്കെ ഫാം സ്റ്റാർട്ട് ചെയ്യാൻ 2 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ഫീ 1000 rupees എന്തോ ഉള്ളൂ. ഫ്ലവർ സെല്ല് ചെയ്യരുത്, അങ്ങനെയുള്ള നമുക്ക് എന്തോ സിസ്റ്റം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബില്ല് പാസ്സായിട്ടുണ്ട്. ഒരു വീട്ടിൽ 6 തൈ ഇൻ ദി സെൻസ് പ്ലാന്റ്സ് നമുക്ക് വളർത്താം. അതിന് എന്തോ ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ലെറ്റർ എന്തോ അപ്രൂവൽ എന്തോ ഉണ്ട്. പക്ഷേ ഒരിക്കലും ഫ്ലവർ ലീഗലൈസ്ഡ് ആയിട്ടില്ല ഇന്ത്യയിൽ. ദിസ് ഇസ് ഫ്ലവർ, ബട്ട് ഇസ് ഫ്ലവർ. ഓക്കെ, ഇത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസാണ് ഈ ഹൈബ്രിഡ് കനബീസ്. ഇൻഡിക, സാറ്റിവ മിക്സ് ചെയ്ത് സ്ട്രെയിൻ ഡ്രോപ്പ് ചെയ്ത് വരുന്നൊരു പ്രൊഡക്റ്റാണ്. ദിസ് ഈസ് പ്യുവർലി ഡ്രഗ്, നോട്ട് ലൈക്ക് മർജുവാന വാട്ട് വി ഗെറ്റ് ഹിയർ. അവിടെ തായ് മർജുവാന ഉണ്ട്. തായ് മർജുവാന അറൗണ്ട് 50 grams, അറൗണ്ട് 300-200 ബാത്തേ ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് സോപ്പ് ബോക്സ് ആയിട്ടാണ് കിട്ടുന്നത്. സോപ്പ് ബോക്സ് സുഖമായി ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഇപ്പോൾ ഞാൻ കേരളത്തിലായതുകൊണ്ടാണ് പറയുന്നത്, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് മാത്രമല്ല ഓൾ ഇന്ത്യയിൽ ഇത് ലീഗലൈസ്ഡ് ആകുന്നവരെ വളരെയധികം ചെക്കിങ്. കാരണം ഇത് ഈ ഹൈബ്രിഡ് കാനബീസ് നല്ല സ്മെല്ലാണ്. നമുക്കങ്ങനെ എളുപ്പത്തിൽ അങ്ങനെ പാക്കേജ് ക്യാരി ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സ്മെല്ലാണ് ഇതിൻ്റെ ഡേഞ്ചർ. അതേസമയം ഈ ക്വാണ്ടിറ്റി MDMA, LX സ്റ്റാമ്പൊക്കെ സുഖമായി ട്രാൻസ്പോർട്ട് ചെയ്യാം. ഇൻഫോമർ ഇല്ലാത്ത അവസ്ഥയിൽ പാസഞ്ചർ, പെഡ്ലർ പ്രൊഫഷണൽ ആണെങ്കിൽ, നമ്മൾ അറൈവ് ചെയ്യുന്ന ടൈം പെർഫെക്റ്റ് ആണെങ്കിൽ സുഖമായി ഇന്ത്യയിൽ സ്പ്രെഡ് ആവുന്ന ഒരു കാര്യമാണ് ഹൈബ്രിഡ് കാനബീസ്. സോ നമ്മുടെ അതോറിറ്റി ഇത് സീരിയസ് ആയിട്ട് എടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഞാൻ നേർസാക്ഷ്യം അനുഭവപ്പെട്ട ഒരു ഇഷ്യൂ ആണത്.